ഇടുക്കി മൂന്നാർ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ നടപടിയില്ല. അപകട ഭീതിയിൽ നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത്. ഇടിഞ്ഞ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചെത്തി. ഇതുവഴിയുള്ള വാഹനയാത്രയും ഏറെ അപകടകരമായി മാറി. ഇവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ണ് 1.5 വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെ അതിനൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പിന്നെയും ഇനിയിപ്പം ഇനി മഴ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മണ്ണ് മുഴുവനും ആ വീടുകളുടെ മേളിലോട്ട് വന്ന് വീഴും. ആൾക്കാർ പറയുമ്പോൾ ആൾക്കാർ വന്നേച്ചും പറയും, അവിടുന്ന് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും, ഇങ്ങനെ നിങ്ങൾ മാറി താമസിക്കാൻ പറയും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ മാറി താമസിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള ഒരു വഴി ഞങ്ങൾക്കില്ല. ഇനി ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ ഞങ്ങൾ ഇനി ഇതിന്റെ നടപടിയായിട്ടോ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ റോഡ് ബ്ലോക്കാണ്. ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ എല്ലാം ബ്ലോക്കായി. അവിടെ നടന്നു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. ബിനീഷ്, എത്ര കുടുംബങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീതിയിൽ അവിടെ കഴിയുന്നത്? എന്താണ് ഇത്തരത്തിൽ മണ്ണ് നീക്കാൻ നടപടിയില്ലാത്തത്? അതിര ഏകദേശം 10ലധികം കുടുംബങ്ങളാണ് ഈ രാത്രിയിൽ ഉറക്കമുണച്ച് വലിയ ഭയത്തോടെ ഇരിക്കണമെന്ന് വേണം പറയാൻ. കാരണം ഈ മണ്ണിടിഞ്ഞ് വീണ് 1.5 വർഷം പിന്നിട്ടിട്ടും ഈ മണ്ണ് നീക്കാനുള്ള യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ല. കഴിഞ്ഞ മാസമാണ് ജിയോളജിസ്റ്റ് അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തി ഈ മണ്ണ് മാറ്റാനുള്ള നടപടികൾ ഉടനെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തിയത്. എന്നാൽ ഈ 1 മാസം പിന്നിട്ടിട്ടും ഈ മണ്ണ് നീക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് സത്യാവസ്ഥ. നിലവിൽ ഇതിന് സമീപമായി തന്നെ ടോൾ പ്ലാസയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ടോൾ പ്ലാസ ഇവിടെയുള്ള ദേശീയപാത അധികൃതർ പോലും ഈ മണ്ണ് നീക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ ഈ മണ്ണ് ദേശീയപാത 3/4 ഭാഗം കടന്ന് റോഡിന് ഒരു 3/4 ഭാഗം കടന്ന് ഈ മണ്ണെത്തിയിട്ടുണ്ട്. കൂടാതെ നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് ഈ ഗ്യാപ്പ് റോഡും മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിൽ. ഈ സഞ്ചാരികളെല്ലാം തന്നെ ഇതിൽ ഒത്തിരി നേരം കാത്തിരുന്ന ശേഷമാണ് ഇരു വശങ്ങളിലേക്ക് പോകുന്നത്. അതുകൂടാതെ തന്നെ ഈ മണ്ണ് ഈ നമ്മുടെ ദൃശ്യങ്ങൾ വ്യക്തമാണ്, ആകാശ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഈ മണ്ണിന്റെ വലിയൊരു വിള്ളലാണ് ഈ മൺകൂനയുടെ മുകളിൽ സംഭവിച്ചിരിക്കുന്നത്. കൂടാതെ മഴവെള്ളം ശക്തമായി ഇതിൽ കുത്തി ഒലിച്ചെത്തിയാൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ വലിയ ആശങ്കയോടെയാണ് ഈ മൺകൂനയ്ക്ക് താഴെയുള്ള ആളുകൾ താമസിക്കുന്നത് വേണം പറയാൻ. നിരവധി പരാതികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മൺകൂന മാറ്റാനുള്ള ഒരു നടപടിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകണമെന്ന് ആവർത്തിച്ച് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ മൺകൂന ഉടനെ, ഈ വാർത്തയെങ്കിലും കണ്ട അധികൃതർ ഉടനെ തന്നെ ഈ മൺകൂന നീക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും. അതിനാ തീർച്ചയായിട്ടും നിരവധി കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. നിരവധി തവണ പരാതി നൽകി. എന്തുകൊണ്ടാണ് അധികൃതർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറാക്കാത്തത്? അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ ബിനീഷ്? അതിനാൽ നിലവിൽ മണ്ണ് നീക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഈ പോയ 1 മാസം മുൻപ് ഇവർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ മണ്ണ് നീക്കിയാൽ തന്നെ ഈ മണ്ണ് എടുത്തുകൊണ്ട് പോയി ഇടാനുള്ള സ്ഥലം വനംവകുപ്പ് നൽകാമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 1 മാസം പിന്നിട്ടിട്ടും ഈ മണ്ണ് നീക്കാത്തത് എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത അതിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. മണ്ണ് നീക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. കാരണം ഈ മണ്ണ് ഇപ്പോൾ 3/4 ഭാഗം കടന്ന് ദേശീയപാത കടന്ന് ഇപ്പുറം എത്തിയിരിക്കുകയാണ്. കാൽനട പോലും ഇതിൽ സാധ്യമല്ല. കാരണം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതിൽ ആളുകൾ ശ്രദ്ധിച്ചു വേണം പോകാൻ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം നിരവധി വാഹനങ്ങളാണ് ഈ ദേശീയപാതയിലൂടെ ചീറിപ്പാഞ്ഞ് കടന്നു പോകുന്നത്. പെട്ടെന്ന് ഇതിനടുത്ത് സമീപത്ത് എത്തുമ്പോഴാണ് പെട്ടെന്ന് ഈ മൺകൂന ശ്രദ്ധയിൽപ്പെടുന്നതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആളുകൾ ആവർത്തിച്ച് പറയുകയാണ് ഈ മൺകൂന ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതോടല്ലാണ്ട് ഇതിന് താഴെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ വലിയ ആശങ്കയോടെയാണ് കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ്, ആകാശ ദൃശ്യങ്ങൾ വ്യക്തമാണ്. നിരവധി കുടുംബങ്ങളാണ് താഴെ താമസിക്കുന്നത്. ഈ മൺകൂന വലിയ രീതിയിലുള്ള വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഈ മഴ 3 ദിവസമായി ശക്തമായി തുടരുന്നു. മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പിന്നീട് അധികൃതർ വന്ന് ഈ മണ്ണ് നീക്കാനുള്ള നടപടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം മണ്ണ് നീക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യം ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. അവരാ ശരി ബിനീഷ്, ഇടുക്കി മൂന്നാർ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ നടപടിയില്ല. അപകട ഭീതിയിൽ നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത്. ഇടിഞ്ഞ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചെത്തി. ഇതുവഴിയുള്ള വാഹനയാത്രയും ഏറെ അപകടകരമായി മാറി.